ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ സെൻറ്റ് ജെയിംസ് പാർക്കിലാണ്. സെൻറ്റ് ജെയിംസ് പാർക്കിൽ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വാർ റൂം കാണാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര രസമാണ് സെൻറ്റ് ജെയിംസ് പാർക്കിൽ. ലണ്ടനിലുള്ളവരൊക്കെ ആണെങ്കിൽ സെൻറ്റ് ജെയിംസ് പാർക്ക് മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ല ഗ്രീനറിയാണ്, ഫുൾ ഓഫ് ട്രീസ്, ഫുൾ ഓഫ് ഓക്സിജൻ ലെവൽ ഈസ് ടു ഹൈ. നല്ല നമുക്ക് ഒരു സ്ട്രെസ് റിലീഫും നല്ലൊരു ഹാപ്പി മൂഡായിരിക്കും ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ. ഞങ്ങൾ മിക്ക വീക്കെൻഡ്സിലും ഇങ്ങനെ പാർക്കിലൊക്കെ വന്ന് പാർക്കിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. നല്ല നമ്മൾ മെൻ്റൽ ഹെൽത്തിനും എല്ലാം കൊണ്ടും നല്ലൊരു ഇതാണ്. ഒരേ സമയം എക്സസൈസുമാണ്, അതേപോലെ തന്നെ സ്ട്രെസ് റിലീഫുമാണ്. ഡേ ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ സെൻറ്റ് ജെയിംസ് പാർക്കിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യണത് ഇക്കാണ്. എത്രത്തോളം സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞങ്ങൾ മൈക്കൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വെക്കാന്നുള്ളതിൽ എടുത്താണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കുറേ നാളായിട്ട് നമ്മളിവിടെ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. സെൻറ്റ് ജെയിംസ് പാർക്കിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് പ്രാവശ്യമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബക്കിംഗ്ഹാം പാലസ് മാത്രം കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, നമുക്കൊരു ഓർമ്മയല്ലേ. പിന്നെ നമ്മളിനി ലണ്ടനിലൊക്കെ പോയിട്ടൊക്കെ നോക്കുന്ന ടൈമിലൊക്കെ നമുക്ക് ഒരു ഓർമ്മ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെൻറ്റ് ജെയിംസ് പാർക്കിലാണ്. അടിപൊളി പ്ലേസാണ് കേട്ടോ. നമുക്ക് വന്നിട്ട് റിലാക്സ് ചെയ്യാനൊക്കെ ഓഫുള്ള ദിവസമൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് സെൻറ്റ് ജെയിംസ് പാർക്ക്. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റും. ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. നമുക്ക് കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ശരിക്കും നല്ലൊരു വെതറായിരുന്നു കേട്ടോ. ഒരുപാട് ചൂടുമില്ല തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു സ്ഥലമാണ് സെൻറ്റ് ജെയിംസ് പാർക്ക് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാനും ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്പേസൊക്കെ ഉണ്ട്. നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കുക. പക്ഷേ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ഇവിടെ എല്ലാവരും അത് പാലിക്കുന്നുണ്ട്, ഇവിടുത്തെ ആളുകളൊക്കെ. അപ്പോൾ നമ്മളും അതുപോലെയൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പ്രകൃതി കാണാൻ വേണ്ടിയിട്ട് ഇവർ എല്ലാം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പക്ഷികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയില്ല. പിന്നെ ഈ സ്ഥലത്തിനൊക്കെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയാത്തൊക്കെ കുറേയൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരാണ്ട്. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ കുറേയൊക്കെ ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ കുറേയൊക്കെ ചരിത്രങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരും, അറിയാത്ത കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെയൊക്കെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ശരിക്കും നമ്മൾ നടക്കുന്ന സൈഡിൽ ബോർഡുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ സൈഡിൽ കാണിക്കാൻ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ.
ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ സെൻറ്റ് ജെയിംസ് പാർക്ക്. അതുപോലെ തന്നെ വെസ്റ്റ് മിനിസ്റ്റർ അബ്ബി, ബക്കിംഗ്ഹാം പാലസ്, ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ സെൻട്രൽ ലണ്ടനായി, ഇതൊക്കെ അടുത്തടുത്താണ് കേട്ടോ. നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ. ഞങ്ങളിതാ നമ്മളെന്താ കുറേ കിളികളൊക്കെ കണ്ട്, കുറേ കിളികൾ, പേരറിയാത്ത ഒരുപാട് സ്വാൻസ് ഒക്കെ കണ്ട്. ഞങ്ങളിപ്പം നമ്മളിപ്പോൾ ഇവിടെ പോകുന്നു. ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസ് കാണാനാണ് നടക്കുന്നത്. അത് ഈ സെൻറ്റ് ജെയിംസ് പാർക്കിൽ വന്നവർക്കറിയാം. ഇതിനകത്തു നിന്ന് തന്നെ നമുക്ക് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വാർ റൂം, പിന്നെ അതേപോലെ തന്നെ ബക്കിംഗ്ഹാം പാലസ്, പിന്നെ ഗാർഡിയൻസിൻ്റെ ഹോഴ്സസിൻ്റെ സ്ഥലം, ഒരുപാട് പ്ലേസ് ഉണ്ട് ഇതിനകത്ത് തന്നെ നമുക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ ഡയാന രാജകുമാരൻ്റെ മെമ്മോറിയൽ പ്ലേസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ ഞങ്ങൾ മുന്നേ പോയതാണ്, പക്ഷെ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കും ഒന്നും കൂടി. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കൂടെ. ഫസ്റ്റ് ഞങ്ങൾ മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോൾ വീഡിയോ എടുക്കാറില്ല, കാരണം നമ്മളത് എൻജോയ് ചെയ്യാറ് ഫുള്ളായിട്ട്. പിന്നെ രണ്ടാമത് പോകുമ്പോൾ മെമ്മറിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നു. Yeah, I'm preparing myself for him. Yes, I'm aware that നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വെറുതെ നമ്മൾ പാർക്കിൽ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ അങ്ങനെ നടന്നിപ്പോൾ നമ്മൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ അങ്ങോട്ടേക്കാണ് നടന്നു പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരുന്നു. നമ്മൾ ഇങ്ങോട്ടെന്ന് വെച്ച് വന്നില്ലല്ലോ, നമ്മൾ വെറുതെ ഞങ്ങളിങ്ങനെ എല്ലാ ഞങ്ങൾക്ക് ഓഫുള്ള ഡേയ്സും സെൻട്രൽ ലണ്ടനിലേക്ക് ഇറങ്ങും. അപ്പോൾ ഏതെങ്കിലും പാർക്ക് അല്ലെങ്കിൽ ലണ്ടനായി വെസ്റ്റ് മിനിസ്റ്റർ നമ്മൾ ടോട്ടനാങ്കോട് വന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ നടന്ന് ഇവിടെ എത്തിപ്പെട്ട് നടന്നിട്ടല്ലേ നമ്മളിവിടെ വന്നത്. നടന്നിട്ട് സെൻട്രൽ ലണ്ടൻ വെൽ കണക്റ്റഡ് ആണ്. നമ്മൾ ടോട്ടനാങ്കോട്ട് ഇറങ്ങിയില്ലേ, ടോട്ടനാങ്കോട്ട് നടന്ന് ഇങ്ങോട്ട് എത്തി. ഇപ്രാവശ്യം നമ്മൾ സെൻറ്റ് ജെയിംസ് പാർക്കിൽ വന്ന് വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തോന്നിയാട്ടോ വീഡിയോ എടുക്കാമെന്ന്, അതപ്പോൾ എടുക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളിപ്പോൾ വീഡിയോ വ്യൂസിന് വേണ്ടി മാത്രമല്ല, അതൊന്നുമല്ല വിഷയം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ക്യാമറ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര മെമ്മറി ആയിരിക്കും, ഒരു ഭയങ്കര നൊസ്റ്റാളജിക് ഫീലിംഗ് ആയിരിക്കും. നമ്മുടെ പഴയ വീഡിയോസൊക്കെ നമുക്കിപ്പോൾ കാണുമ്പോൾ, നമ്മൾ ബാംഗ്ലൂരിലത്തെ വീഡിയോ ഒക്കെ ഇപ്പോൾ എടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിൽ പോലും ഫോണ് ഇയർലി മാറ്റുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വീഡിയോ നഷ്ടപ്പെട്ടു. പക്ഷേ ഇതിങ്ങനെ നെറ്റിൽ എടുക്കുമ്പോൾ, ക്ലൗഡിൽ എടുക്കുമ്പോൾ എന്താ ഇപ്പോഴും ഒരു ഭയങ്കര മെമ്മറീസാണ്. പിന്നെന്താ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യാം, ആളുകൾക്ക് കാണുകയും ചെയ്യാം. ലണ്ടനായി ആണ് കാണുന്നത്. നമ്മളിവിടെ വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഇവിടെയുള്ള പക്ഷികളൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. പക്ഷെ ഇവിടെ കുറേ പേര് ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന്. ചില ആളുകൾ പോപ്കോണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ബക്കിംഗ്ഹാം പാലസ് എത്തി. ഇനിഷ്യ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങളെ കാണിക്കും. 1703 1703 ബിൽഡ് ചെയ്ത പാലസാണ്. ഇപ്പോൾ കണ്ടാലും ഒരു മിറാക്കിൾ തന്നെയാണ്. ഭയങ്കര ഭംഗി, ആർട്ട് വർക്ക് അമേസിങ്. ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന സംഭവമില്ല, നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര നമ്മുടെ രണ്ടാമത്തെ പ്രാവശ്യം. അതെ. ഇപ്പോൾ ഇവിടെ സമ്മറാണ്, പക്ഷെ ഒരു ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു സൂര്യൻ്റെ വെളിച്ചം നന്നായിട്ട് കണ്ണിൽ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണട മാറ്റാൻ വയ്യ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെതറാണ്, നല്ല ക്ലൈമറ്റ്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.